നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് +2 തുല്യതയുടെ ഹിസ്റ്ററി പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർക്ക് വേണ്ടി ഹിസ്റ്ററിയിൽ നിന്ന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാഠങ്ങളാണ് നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആ പാഠങ്ങളിലെ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ഇന്ന് നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുകയാണ്. ഈ ഒരു ബുക്ക് നമ്മുടെ കയ്യിൽ നിന്ന് ബുക്ക് വാങ്ങി പഠിക്കുന്നവർ ഈ ബുക്ക് മാത്രം നോക്കി പഠിച്ചാൽ മതി. പക്ഷേ അതിൽ പലരും സംശയം പ്രകടിപ്പിക്കാറുണ്ട്. അതിലെ ഹെഡിങ് മാറ്റമുണ്ട്, അതിലെ കാര്യങ്ങളൊന്നും നമുക്ക് പഠിക്കാനില്ല എന്ന് പറയുന്നുണ്ട്. പക്ഷേ അത് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കാത്തത് കൊണ്ടാണെന്നാണ് അതിൻ്റെ ഒരു പ്രത്യേകത. ബുക്കിൻ്റെ പ്രത്യേകത സ്കൂളിലെ കുട്ടികൾക്ക് കൂടി ഉപകാരപ്പെടുന്ന രീതിയിലാണ് ആ ബുക്ക് തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ ഹെഡിങ് സ്കൂളിലെ കുട്ടികളുടെ ടെക്സ്റ്റ് ബുക്കിനെ ബേസ് ചെയ്തിട്ടുള്ളതായിരിക്കും. പക്ഷേ അതിൻ്റെ കണ്ടൻറ്റ് നിങ്ങൾക്ക് കൂടി പഠിക്കാനുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഉൾഭാഗങ്ങൾ കൃത്യമായിട്ട് പരിശോധിക്കുക. ഇത് നിങ്ങൾക്ക് പഠിക്കാനുള്ളതല്ല എന്ന് പറഞ്ഞ് മാറ്റി വെക്കണ്ട. കൃത്യമായിട്ട് നിങ്ങൾക്ക് അതിൽ നിന്ന് ചോദ്യങ്ങൾ ഉണ്ടാകും. നിങ്ങൾക്ക് പഠിക്കാനുള്ള ഭാഗങ്ങൾ തന്നെയാണ്. മാത്രമല്ല, ചില ചാപ്റ്റേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി, അതായത് ഇപ്പോൾ നാലാമത്തേത് അഞ്ചാമതായിട്ടും അഞ്ചാമത്തേത് നാലാമതായിട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയൊക്കെ വന്നിട്ടുണ്ടാകും. എന്നാലും നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കുമായി ഒത്തുനോക്കി അത് കൃത്യമായിട്ട് നിങ്ങൾ പഠിക്കുക. ഈ ബുക്കിനെ ബേസ് ചെയ്തിട്ട് തന്നെയാണ് ഞാൻ ഇവിടെ ഇമ്പോർട്ടൻ്റ് പറയുന്നത്. അതിൽ ഒന്നാമത്തെ ചാപ്റ്ററിൽ നമുക്ക് ഒരു എസ്സേ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നുണ്ട്. അത് മോഹൻജൊദാരോയിലെ നഗരാസൂത്രണ സവിശേഷതകളാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മോഹൻജൊദാരോയുമായി ബന്ധപ്പെട്ട് ഒരു എസ്സേ എന്തായാലും ചോദിക്കാം. അപ്പോൾ നഗരത്തെ 2 ഭാഗങ്ങളായി തരംതിരിച്ചിട്ടുണ്ടായിരുന്നു, കോട്ട, കീഴ്പട്ടണം എന്നിങ്ങനെ. അപ്പോൾ അതിനനുസരിച്ചാണ് അത് നമ്മൾ വിവരിക്കേണ്ടത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ടെക്സ്റ്റ് ബുക്ക് ആണെങ്കിൽ അത് വെച്ച് പഠിച്ചാലും മതി, കുഴപ്പമൊന്നുമില്ല. ബുക്ക് വാങ്ങാത്തവരുണ്ടെങ്കിൽ അത് വെച്ച് പഠിക്കുക, ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. പറയുന്ന ചോദ്യങ്ങൾ കൃത്യമായിട്ട് നിങ്ങളുടെ കയ്യിൽ അടയാളപ്പെടുത്തി വെക്കേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. മോഹൻജൊദാരോയിലെ നഗരാസൂത്രണ സവിശേഷതകൾ എന്തെല്ലാമാണ് എന്ന ചോദ്യം പ്രതീക്ഷിക്കാം. അത് ഒരു എസ്സേ ആയിട്ട് വരുന്നതാണ്. പിന്നെ ആ ചാപ്റ്ററിൽ നമുക്ക് ഹാരപ്പൻ സംസ്കാരത്തെക്കുറിച്ച് പഠിക്കാനുണ്ട്. ഹാരപ്പൻ സംസ്കാരത്തെ പറയുമ്പോൾ ഹാരപ്പൻ മുദ്രകൾ, അതുപോലെ തന്നെ ഹാരപ്പൻ ലിപികൾ, അതൊക്കെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പരീക്ഷയ്ക്ക് വരുന്നതാണ്. ഹാരപ്പൻ മുദ്രകളും ഹാരപ്പൻ ലിപികളും. രണ്ടാമത്തെ ചാപ്റ്ററിലേക്ക് പോകുമ്പോൾ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് അശോകൻ്റെ ധർമ്മനയമാണ്. അശോകൻ എന്ന രാജാവിൻ്റെ ധർമ്മനയം എന്തൊക്കെയാണെന്നുള്ളതാണ്. പിന്നെ ഇവിടെ മൗര്യ സാമ്രാജ്യത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അതിൽ എപ്പിഗ്രാഫി അതുപോലെ ന്യൂമിസ്മാറ്റിക്സ് എന്ന് പറയുന്ന 2 പദങ്ങളുണ്ട്. അതെന്താണെന്ന് കൃത്യമായിട്ട് പഠിച്ചു വെക്കണം. എപ്പിഗ്രാഫി, ന്യൂമിസ്മാറ്റിക്സ്. അപ്പോൾ എപ്പിഗ്രാഫി എന്ന് പറയുന്നത് ലിഖിതങ്ങളെക്കുറിച്ചുള്ള പഠനമാണ്. അതുപോലെ തന്നെ ന്യൂമിസ്മാറ്റിക്സ് എന്ന് പറയുന്നത് നാണയങ്ങളെക്കുറിച്ചുള്ള പഠനമാണ്. അത് പിന്നെ കുഷാണന്മാരാണ് ആദ്യമായിട്ട് സ്വർണ്ണ നാണയം ഇറക്കിയത്. അങ്ങനെയുള്ള ഭാഗങ്ങളൊക്കെയാണ് അവിടെ നമുക്ക് പറയാനുള്ളത്. നോട്ട് ചെയ്ത് വെക്കുക. എപ്പിഗ്രാഫി, ന്യൂമിസ്മാറ്റിക്സ്. മൂന്നാമത്തെ ചാപ്റ്റർ ആണെങ്കിൽ അവിടെ മഹാഭാരതത്തിൻ്റെ വിമർശനാത്മക പതിപ്പ്, അത് ഇമ്പോർട്ടൻ്റ് ആണ്. മഹാഭാരതത്തിൻ്റെ വിമർശനാത്മക പതിപ്പ് എന്ന് പറഞ്ഞിട്ടൊരു ഭാഗമുണ്ട്. അതുപോലെ മഹാഭാരതം ഒരു ഊർജ്ജസ്വല ഗ്രന്ഥം എന്ന് പറഞ്ഞിട്ടൊരു ഭാഗമുണ്ട്. അത് രണ്ടും പഠിക്കുക. മഹാഭാരതവുമായി ബന്ധപ്പെട്ട് ചോദ്യം കൃത്യമായിട്ട് വരുന്നുണ്ട്. അത് ചാപ്റ്റർ 3 നിന്നുള്ളതാണ്. മഹാഭാരതത്തിൻ്റെ വിമർശനാത്മക പതിപ്പ്, അതുപോലെ തന്നെ മഹാഭാരതം ഒരു ഊർജ്ജസ്വല ഗ്രന്ഥം എന്നുള്ളത്. അതുപോലെ നാലാമത്തെ ചാപ്റ്റർ ആണെങ്കിൽ ജൈനമത തത്വങ്ങൾ, ബുദ്ധമത തത്വങ്ങൾ, അഷ്ടാംഗ മാർഗങ്ങൾ, അത് മുഴുവനായിട്ടും പഠിക്കുക. ജൈനമത തത്വങ്ങൾ, ബുദ്ധമത തത്വങ്ങൾ, ജൈനമതവുമായി ബന്ധപ്പെട്ട അതിൻ്റെ തത്വങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത്, അതുപോലെ ബുദ്ധമത തത്വങ്ങളുണ്ട്, അതുപോലെ അഷ്ടാംഗ മാർഗങ്ങൾ ഏതൊക്കെയാണെന്നുള്ളത് പഠിക്കണം. പിന്നെ ഈ മഹായാന ബുദ്ധമതം അതൊന്ന് നോട്ട് ചെയ്ത് വെക്കണം. മഹായാന ബുദ്ധമതം. പിന്നെ സാഞ്ചിയിലെയും അതുപോലെ അമരാവതിയിലെയും സ്തൂപങ്ങളെക്കുറിച്ച് വിവരിക്കാൻ വേണ്ടി പറയും. സാഞ്ചിയിലെയും അമരാവതിയിലെയും സ്തൂപങ്ങൾ എന്തൊക്കെയാണ്, ആ സ്തൂപങ്ങളുടെ പ്രത്യേകതകളെക്കുറിച്ചൊക്കെ വിവരിക്കാൻ വേണ്ടി പറയാം. പിന്നെ ആറാമത്തെ ചാപ്റ്റർ ആണെന്നുണ്ടെങ്കിൽ അഞ്ചാമത്തെ ചാപ്റ്റർ ആൾവാർമാരും അതുപോലെ തന്നെ നായനാർമാരും അതൊന്ന് നോട്ട് ചെയ്ത് വെക്കണം. ആൾവാർമാർ ആരാണ്, നായനാർമാർ ആരാണെന്നുള്ളത്. അതുപോലെ ഈ വീരശൈവ പാരമ്പര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ബസവണ്ണയുമായി ബന്ധപ്പെട്ടതാണ്. വീരശൈവ പാരമ്പര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ സൂഫിസത്തിൻ്റെ വളർച്ചയുമായി ബന്ധപ്പെട്ട് സിയാറത്ത് ഖവാലി എന്ന് പറയുന്ന ഒരു ടോപ്പിക് ഉണ്ട്. സിയാറത്ത് ഖവാലി അത് നോട്ട് ചെയ്യുക. സിയാറത്ത് ഖവാലി അത് നമ്മുടെ സൂഫിസത്തിൻ്റെ വളർച്ചയുമായി ബന്ധപ്പെട്ട് വന്നതാണ്. ഓക്കെ, ആ ചാപ്റ്ററിൽ അത്രയും കാര്യങ്ങളാണ്. പിന്നെ ജസ്റ്റ് ഒന്ന് നോക്കി പോവേണ്ടത് മീരാഭായി എന്ന് പറയുന്ന വ്യക്തിയെക്കുറിച്ചാണ്. മീരാഭായിയെ കുറിച്ചൊന്ന് അവരുടെ ആ ഒരു ജീവിത രീതികളും പാരമ്പര്യങ്ങളൊക്കെ ഒന്ന് പഠിച്ചു വയ്ക്കുക.
പിന്നെ അടുത്തൊരു ചാപ്റ്ററിലേക്ക് പോകുമ്പോൾ വിജയനഗര സാമ്രാജ്യവുമായി ബന്ധപ്പെട്ടാണ്. വിജയനഗരം കോട്ട, അതിനെപ്പറ്റി നമുക്ക് വിവരിക്കാൻ ചോദിക്കാറുണ്ട്. വിജയനഗരം കോട്ട. ഓക്കെ, വിജയനഗരം കോട്ട. പിന്നെ വിജയനഗര സാമ്രാജ്യം എന്താണ്, ആര് സ്ഥാപിച്ചു, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കുക. അതിൽ തന്നെ പഠിക്കാനുള്ളതാണ് മഹാനവമി ദിബ്ബ. വെരി ഇമ്പോർട്ടൻ്റ് ആണ് മഹാനവമി ദിബ്ബ എന്ന് പറയുന്ന ഭാഗം. ഓക്കെ, പിന്നെ മുഗൾ രാജാക്കന്മാരുമായി ബന്ധപ്പെട്ട ചാപ്റ്ററിൽ അടുത്ത ചാപ്റ്ററാണ്. അതിൽ ആദ്യകാല മുഗൾ രാജാക്കന്മാരെ കുറിച്ച് ചോദിക്കും. ഏതെങ്കിലും രാജാക്കന്മാരെ ചോദിക്കും. ബാബർ, ഹുമയൂൺ, അക്ബർ, ജഹാംഗീർ, ഇങ്ങനെയുള്ള ആളുകളൊക്കെ നമ്മളൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഔറംഗസീബ്, ഇതാണ് പ്രധാനപ്പെട്ട ആദ്യകാല മുഗൾ രാജാക്കന്മാർ. ബാബർ, ഹുമയൂൺ, അതുപോലെ അക്ബർ, ജഹാംഗീർ, ഷാജഹാൻ, ഔറംഗസേബ്. ഓക്കെ, അപ്പോൾ ഇത്രയും ആളുകളെ കുറിച്ചൊന്ന് പഠിക്കുക. അതുപോലെ അവരുടെ അക്ബർ നാമ അല്ലെങ്കിൽ ഐനി അക്ബറി എന്താണ് എന്നുള്ളത് ചോദിക്കാം. അത് അക്ബറിൻ്റെ ജീവചരിത്ര കൃതിയാണ്. അപ്പോൾ അത് വെച്ച് അത് എഴുതിയത് ആരാണ്, അതിൻ്റെ പ്രത്യേകത എന്താണെന്നുള്ളതൊക്കെ ഒന്ന് പഠിച്ചു വെക്കണം. അക്ബർ നാമ അല്ലെങ്കിൽ ഐനി അക്ബറി എന്നാണ് അതിന് വിളിക്കുന്നത്. അതുപോലെ ബാദ്ഷാ നാമ മുഗൾ രാജാവായിട്ടുള്ള ഷാജഹാൻ്റെ ജീവചരിത്ര കൃതിയാണ്. അതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക. ബാദ്ഷാ നാമ, ആ ചാപ്റ്ററിൽ അത്രയും കാര്യങ്ങളൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. പിന്നെ 1857 കലാപവുമായി ബന്ധപ്പെട്ടൊരു ചാപ്റ്ററാണ്. 1857, അതായത് കലാപകാരികളും ബ്രിട്ടീഷുകാരും ആയിട്ടുള്ള ഒരു ചാപ്റ്റർ. അതിൽ ആ കലാപം, പിന്നെ ഉണ്ടായ സ്ഥലങ്ങൾ, കേന്ദ്രങ്ങൾ, കലാപത്തിൻ്റെ കാരണങ്ങൾ, പിന്നെ എന്താണ് ആ കലാപം, അതുപോലെ അതുമായി ബന്ധപ്പെട്ട കിംവദന്തികൾ. 1857 കലാപവും കിംവദന്തികളും അല്ലെങ്കിൽ അഭ്യൂഹങ്ങളും പ്രവചനങ്ങളും എന്ന് പറഞ്ഞിട്ടൊരു ഭാഗമുണ്ട്. അത് എസ്സേ ആയിട്ട് കണക്ട് ചെയ്ത് ചോദിക്കും. 1857 കലാപം, അതുമായി ബന്ധപ്പെട്ട അഭ്യൂഹങ്ങൾ അല്ലെങ്കിൽ കിംവദന്തികളും പ്രവചനങ്ങളും എന്തൊക്കെയാണെന്ന് ചോദിക്കാം. പിന്നെ അത്രയും കാര്യങ്ങൾ അതിൽ മനസ്സിലാക്കുക. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു എസ്സേയാണ്, എന്തായാലും വരുന്ന ഒരു എസ്സേയാണ് മഹാത്മാഗാന്ധിയും ദേശീയ പ്രസ്ഥാനവും എന്ന് പറഞ്ഞിട്ടൊരു ചോദ്യമുണ്ട്. ചാപ്റ്ററിൻ്റെ പേരിന് അങ്ങനെയാണ്, മഹാത്മാഗാന്ധിയും ദേശീയ പ്രസ്ഥാനവും. അത് എസ്സേ ആയിട്ട് നിർബന്ധമായിട്ടും ചോദിക്കും. അതുപോലെ ഗാന്ധിജിയുടെ ആദ്യകാല സത്യാഗ്രഹങ്ങൾ സെപ്പറേറ്റ് ചോദിക്കാം. ഗാന്ധിജിയുടെ ആദ്യകാല സത്യാഗ്രഹങ്ങൾ, അഹമ്മദാബാദ് മിൽ സമരം, ഖേദ സത്യാഗ്രഹം, നിസ്സഹകരണ പ്രസ്ഥാനം, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ അറിയാലോ. അപ്പോൾ അത്രയും കാര്യങ്ങളൊക്കെ ഒന്ന്, സിവിൽ നിയമ ലംഘന പ്രസ്ഥാനം, ഇതൊക്കെ ഒന്ന് നോക്കി വെച്ച് പഠിക്കുന്നത് നല്ലതായിരിക്കും. ഓക്കെ, അതൊക്കെ സ്ഥിരം ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. പിന്നെ ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനം പഠിച്ചു വെക്കുക. ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനം, ദണ്ഡി യാത്ര, റൗലറ്റ് നിയമം, ജാലിയൻ വാലാബാഗ്, ഖിലാഫത്ത് പ്രസ്ഥാനം, ചൗരി ചൗര സംഭവം, ഇതൊക്കെ ആ ചാപ്റ്ററിൽ വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. പിന്നെ വട്ടമേശ സമ്മേളനങ്ങൾ പഠിക്കണം. ഗാന്ധി ഇർവിൻ ഉടമ്പടി പഠിക്കണം. അതൊക്കെ ആ ചാപ്റ്ററിൽ നിന്ന് ഉള്ളതാണ്. പിന്നെ മറ്റൊരു ചാപ്റ്ററാണ് വിഭജനത്തെ മനസ്സിലാക്കൽ. അതിൽ ഇന്ത്യ വിഭജനത്തെ തുടർന്നുണ്ടായ ദുരന്തങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതൊന്ന് മനസ്സിലാക്കുക. അതുപോലെ ഹോളോകോസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, വിഭജനമോ കൂട്ടക്കൊലയോ എന്ന് പറഞ്ഞൊരു ഭാഗമുണ്ട്. അതാണ് ഹോളോകോസ്റ്റ് എന്ന് പറയുന്നത്. അത് ഈ ചാപ്റ്ററിലുള്ളതാണ്, വിഭജനത്തെ മനസ്സിലാക്കൽ എന്നുള്ളതിൽ. അതിൽ ഇന്ത്യ വിഭജനത്തെ തുടർന്നുണ്ടായ ദുരന്തങ്ങളും പഠിക്കണം. അതുപോലെ ഹോളോകോസ്റ്റ്, ആ വാക്കുകൊണ്ട്, ആ പദം കൊണ്ട് ആ ചോദ്യം വരാവുന്നതാണ് ഹോളോകോസ്റ്റ്. പിന്നെ ക്യാബിനറ്റ് മിഷൻ, എന്താണ് അവരുടെ ദൗത്യം എന്നുള്ളതൊക്കെ ഒന്ന് അറിയുന്നത് നല്ലതായിരിക്കും. പിന്നെ കേരളവുമായി ബന്ധപ്പെട്ട ഒരു ചാപ്റ്റർ ഉണ്ട്. അതിൽ തിണകളുണ്ട്, വിവിധ തരം തിണകൾ. നമുക്കറിയാം 5 തിണകളുണ്ട്: കുറിഞ്ചി, മുല്ലൈ, പാലൈ, മരുതം, നെയ്തൽ, അങ്ങനെയുള്ള തിണകളെ കുറിച്ച് പഠിക്കുക. പിന്നെ അതിൽ തന്നെ പെരുമാക്കന്മാർ, പിന്നെ അവിടുത്തെ നികുതികളും കരങ്ങളും, അത് അട്ടേക്കോള്, രക്ഷാഭോഗം, വാർത്താ സംഘങ്ങൾ അഥവാ വ്യാപാര സംഘങ്ങൾ, നാടുവാഴി സ്വരൂപങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് നോക്കി പോകുന്നത് നല്ലതായിരിക്കും. ഓക്കെ, പിന്നെ അതിൽ തന്നെ പഴയകാല രാജാക്കന്മാരും അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് മാർത്താണ്ഡവർമ്മയും അതുപോലെ തന്നെ ശക്തൻ തമ്പുരാനും ജസ്റ്റ് ഒന്ന് നോക്കണം. ഓക്കെ, പിന്നെ ആധുനികതയിലേക്ക് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നമുക്ക് അവിടെ വേലുത്തമ്പിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിക്കുക. പഴശ്ശി കലാപമുണ്ട്, അതുപോലെ വേലുത്തമ്പി ദളവയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുണ്ട്, കുറിച്യരുടെ കലാപമുണ്ട്. പിന്നെ അവിടെ ചോദ്യം, ഒരു എസ്സേ വരുന്നുണ്ട്, 19-20 നൂറ്റാണ്ടുകളിലെ കേരളത്തിലെ സാമൂഹ്യ പരിഷ്കർത്താക്കൾ ആരൊക്കെയാണ്, അത് വിവരിക്കാൻ, അവരുടെ പരിഷ്കാരങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് വിവരിക്കാൻ വേണ്ടി ചോദിക്കും. 19-20 നൂറ്റാണ്ടുകളിലെ കേരളത്തിലെ സാമൂഹ്യ പരിഷ്കർത്താക്കൾ, അത് എസ്സേ ആണ്. വൈകുണ്ഠസ്വാമികളുണ്ട്, അതുപോലെ തന്നെ ശ്രീനാരായണ ഗുരു, ചട്ടമ്പി സ്വാമികൾ, അയ്യങ്കാളി, വക്കം അബ്ദുൽ ഖാദർ മൗലവി, അങ്ങനെ പിന്നെ മാർ കുര്യാക്കോസ് ഏലിയാസ്,
ചാവറ അല്ലേ, BT വട്ടതിരിപ്പാട്, പിന്നെ അങ്ങനെയുള്ള കുറച്ച് പ്രഗത്ഭരായിട്ടുള്ള ആളുകളെക്കുറിച്ചാണ് അവിടെ വിവരിക്കുന്നത്. ഓക്കെ, പിന്നെ അതിൽ തന്നെ വൈക്കം സത്യാഗ്രഹം ചോദിക്കാം, ഗുരുവായൂർ സത്യാഗ്രഹം ചോദിക്കാം, പിന്നെ ചാന്നാർ ലഹള എന്തുമായി ബന്ധപ്പെട്ടാണ് ഒക്കെ ചോദിക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പ്രധാനപ്പെട്ട ചാപ്റ്റേഴ്സിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ തന്നെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്കും സംശയം വന്നേക്കാം, ഇതിൽ പലതും ഞങ്ങളുടെ ബുക്കിൽ കാണാത്തതാണല്ലോ എന്ന് തോന്നിപ്പോയേക്കാം. നിങ്ങളുടെ ബുക്കിൽ എന്താണോ ഉള്ളത് അത് ഇതിൽ നിന്ന് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ നോക്കി പഠിക്കുക. അതുപോലെ നിങ്ങൾക്ക് മാപ്പ് സ്റ്റഡി ഉണ്ടാവും. ഓക്കെ, പരീക്ഷയ്ക്ക് മാപ്പ് വരയ്ക്കാനുണ്ടാവും. ചില പ്രദേശങ്ങൾ തന്നിട്ട് മാപ്പ് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ തരും. അതായത് സെപ്പറേറ്റ് ഒരു ഷീറ്റ് മാപ്പ് തരും. ഇന്ത്യയുടെ പിന്നെ നമ്മുടെ പഴയകാല ഇന്ത്യയുടെ മാപ്പ് തരും. അതിൽ പ്രധാനപ്പെട്ട ചില ഭാഗങ്ങളൊക്കെ അടയാളപ്പെടുത്താൻ വേണ്ടി പറയാം. ഞാനത് സെപ്പറേറ്റ് നിങ്ങൾക്ക് പിക്ചറൈസ് ചെയ്തിട്ട് തന്നെ സെപ്പറേറ്റ് വീഡിയോ നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തിക്കാം. ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുകയാണെങ്കിൽ തീർച്ചയായും എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക. നല്ല വീഡിയോകൾ ചെയ്യാൻ നമുക്ക് ലൈക്ക് ചെയ്യുമ്പോൾ കൂടുതൽ പ്രോത്സാഹനം ലഭിക്കുന്നതാണ്. അതുകൊണ്ടാണ് ലൈക്ക് ചെയ്യാൻ പറയുന്നത്. അതുപോലെ മാക്സിമം ഷെയർ ചെയ്യുക. ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഓൾ എന്ന് എനേബിൾ ചെയ്ത് വെക്കുക. ഇനി നമുക്ക് അടുത്തൊരു ടോപ്പിക്കുമായി പുതിയ ഒരു വിഷയവുമായി പുതിയൊരു വീഡിയോയിൽ കാണാം. ഈ വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും നന്ദി. താങ്ക്സ് ഫോർ വാച്ചിങ്.